ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റൗണ്ട് മോൾഡ് വെച്ചിട്ട് ഹാർട്ട് ഷേപ്പിലുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് മോൾഡ് എടുത്തിട്ട് അതിലേക്ക് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. റെഡ് വെൽവെറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ബട്ടർ മിൽക്കിൻ്റെ ആവശ്യമുണ്ട്. അതിനായി 1/2 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായി 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും അതുപോലെ റെഡ് വെൽവെറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ അളവിൽ ലൈറ്റ് കൊക്കോ പൗഡർ കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നല്ല റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ് കൊക്കോ പൗഡർ തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിച്ചേക്കണം. ഞാൻ ഇത് ഒരു തവണ അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. പിന്നീട് ഒരു ബൗളിലേക്ക് 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ചെറുതായി ഒന്ന് പതഞ്ഞാൽ പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്തിട്ട് മിക്സാക്കി കൊടുത്തിട്ട് വീണ്ടും അതിലേക്ക് 3/4 കപ്പ് അളവിൽ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഇതേ രീതിയിൽ ബീറ്റായി വരുമ്പോഴേക്കും നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കിലേക്ക് 1 ടീസ്പൂൺ ജെൽ ഫുഡ് കളർ റെഡ് കളർ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുട്ടയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റർ കൊണ്ട് തന്നെ ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കളറൊക്കെ എല്ലായിടത്തും ഒന്ന് മിക്സായി കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇത്തിരി ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഈ ബീറ്റർ കൊണ്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ബീറ്റർ വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഓവർ മിക്സ് ആവാതെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ കേക്ക് ഹാർഡാവാനുള്ള സാധ്യതയുണ്ട്. മിക്സ് ചെയ്യുന്ന സമയത്ത് കളർ അല്പം കുറവായി എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ഒരല്പം കൂടി കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനൊരു പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബൗളിൻ്റെ സൈഡിൽ പറ്റിയിരുന്നതൊക്കെ സ്പാച്ചില കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാനിലേക്ക് ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് സമയമാകുമ്പോഴേക്കും കേക്ക് റെഡിയായി കിട്ടും. മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കേക്ക് നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം തണുക്കാനായി മാറ്റി വയ്ക്കാം. കേക്ക് തണുത്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാൻ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ക്രീം ചീസ് ചേർക്കാതെയുള്ള റെഡ് വെൽവെറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ ക്രീം ചീസ് വേണമെങ്കിൽ സ്റ്റിഫ് പീക്കാവുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ക്രീം ചീസ് കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കേക്ക് 2 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാരയിലേക്ക് 3/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നല്ലതുപോലെ ഒഴിച്ച് നന്നായിട്ട് തന്നെ സോക്ക് ചെയ്യണം. പിന്നീട് ഇതിൻ്റെ മുകളിലേക്ക് ക്രീം വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കൂടി ഗ്രേറ്റ് ചെയ്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ലെയറും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്തെടുത്തിട്ട് പിന്നീട് ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഗനാശൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് ഫിനിഷാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ റൗണ്ട് ഷേപ്പ് ഒരു ഹാർട്ട് ഷേപ്പിലേക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ മുകളിൽ നമുക്കൊരു പ്ലസ് അടയാളപ്പെടുത്താം. എന്നിട്ട് കേക്കിൻ്റെ താഴ്ഭാഗത്തെ മധ്യത്ത് നിന്നും സൈഡിലേക്ക് ഒരു വി ഷേപ്പ് അടയാളപ്പെടുത്തിയിട്ട് രണ്ട് ഭാഗത്തു നിന്നും ഒരേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് കട്ട് ചെയ്തിട്ടുള്ള ഭാഗത്തും അതുപോലെ മുകൾ ഭാഗത്ത് ഈ പീസ് വെച്ച് കൊടുക്കുന്ന ഭാഗത്തുമൊക്കെ ക്രീം നന്നായിട്ടൊന്നുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് മധ്യഭാഗത്ത് നിന്നും അല്പം വിട്ടിട്ട് രണ്ട് പീസും നമുക്കൊന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഹാർട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പീസ് വെച്ച് കൊടുത്തിട്ടുള്ള ആ രണ്ട് ഭാഗത്തിൻ്റെയും മധ്യഭാഗത്ത് നിന്നും ഒരല്പം മാത്രം ത്രികോണ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമുക്ക് ഹാർട്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹാർട്ട് ഷേപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഒരല്പം കേക്ക് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ സൈഡിലേക്കായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നീട് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ കേക്ക് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കണം. തണുത്ത കേക്കിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗനാഷ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്തതിന് ശേഷം അതിലേക്ക് അല്പം റെഡ് ഫുഡ് കളർ കൂടി ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ചൂടാറിയതിന് ശേഷം ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് പേരെഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ ബോൾസ് വൈറ്റും ഗോൾഡും വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കേക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.